കാരണം എന്താണെന്ന് ചോദിച്ചാൽ BJPയും CPMും തമ്മിൽ ഉണ്ടാക്കിയിട്ടുള്ള കൂട്ടുകെട്ടിന്റെ ഒരു പ്രത്യേകതയാണ് അത് ഇവിടെ കേസെടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നതിന്റെ ഉദ്ദേശ ലക്ഷ്യം. അതേപോലെ തന്നെ ആണ് 2019-ലും 2024-ലും തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാൻ ആറ്റിങ്ങൽ പാർലമെന്റിൽ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ. ആറ്റിങ്ങൽ പാർലമെന്റിൽ ഉന്നയിച്ച വിഷയം എന്ന് പറയുന്നത് 1,14,000 കള്ള വോട്ടുകൾ ആദ്യ തവണ 2019-ൽ കണ്ടെത്തുകയുണ്ടായി. അത് കണ്ടെത്തിയതനുസരിച്ച് അന്നത്തെ കളക്ടർ കൂടി ഇടപെട്ടു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിൽ 52,000 ആളുകൾക്ക് വന്ന് കള്ളവോട്ട് ചെയ്യാനുള്ള അവസരം ഉണ്ടായില്ല. അത് കാരണമാണ് ഞാൻ 38,000-ലധികം വോട്ടിന് ഭൂരിപക്ഷത്തിൽ അന്ന് വിജയം കൈവരിച്ചത്. അതേസമയം 2024 തെരഞ്ഞെടുപ്പിലും ഇതിനേക്കാൾ വലിയ അനുഭവമാണ് എനിക്കുണ്ടായത്. അതായത് 2019-ൽ 1,14,000 വോട്ട് ഉണ്ടായിരുന്നത് നിലനിർത്തിക്കൊണ്ട് വീണ്ടും 50,000-ലധികം വോട്ടുകൾ കൂടി ഇവർ കൂട്ടിച്ചേർത്തു. അതായത് CPM ആണ്. അപ്പൊ അത് കൂട്ടിച്ചേർത്തുകൊണ്ട് 1,64,000-ഓളം വോട്ടുകൾ കള്ള വോട്ടുകൾ ഉണ്ട് എന്ന് കണ്ടെത്തി അതിന് പരാതി പലവട്ടം കൊടുത്തുവെങ്കിലും അതിന് വേണ്ട തരത്തിലുള്ള നടപടികൾ ഉണ്ടായില്ല. ആ നടപടികൾ ഉണ്ടായില്ല എന്ന് പറയുമ്പോഴും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ നിന്നും അന്ന് ഞാനൊരു ഉത്തരവ് വാങ്ങിയുണ്ടായി. ആ ഉത്തരവ് എന്ന് പറയുന്നത് എല്ലാ ബൂത്തുകളിലും വെബ് ക്യാമറ സിസ്റ്റം വെക്കണം എന്ന ഒരു ഉത്തരവാണ് അന്ന് വാങ്ങിയത്. ആ വിഷയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഇത് കർണാടകത്തിൽ നടന്നതുപോലെ BJP ആണ് അവിടെ നടത്തിയതെങ്കിൽ ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് അതിന് നേതൃത്വം കൊടുക്കുന്നത് CPM ആണ്. CPMന്റെ പ്രവർത്തനങ്ങളാണ് അക്കാര്യത്തിൽ. അതുകൊണ്ടാണ് ഒരു FIR ഇടാൻ പോലീസ് മടിക്കുന്നതെന്നാണോ നിങ്ങൾ ആരോപിക്കുന്നത്? തീർച്ചയായിട്ടും FIR ഇടാൻ അവർ തയ്യാറാകത്തില്ല. ഇവിടെ കള്ള വോട്ടുകൾ ഉണ്ട് എന്ന് പറഞ്ഞാൽ അത് തെളിവ് സഹിതം കൊടുത്താൽ പോലും അതിന് നടപടി ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു സത്യാവസ്ഥയാണ്. ഞാൻ ഈ ഇലക്ഷൻ കമ്മീഷണറെ നേരിട്ട് കണ്ട് ഇത് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി പലവട്ടം ഞാൻ ആവർത്തിച്ച് സമയം ആവശ്യപ്പെട്ടതാണ്. ഡൽഹിയിൽ ഉണ്ടാകുന്ന എല്ലാ സമയങ്ങളിലും ഞാൻ ഇലക്ഷൻ കമ്മീഷർക്ക് ഒന്ന് നേരിട്ട് കാണാനുള്ള അവസരം നൽകണം എന്ന് ആവശ്യപ്പെടാറുണ്ട്. ഞാനും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തി എന്നുള്ള നിലയിൽ ഒരു ആവശ്യം ഉന്നയിച്ചാൽ വെറുതെ ഒരു വ്യക്തി എന്നുള്ള നിലയിലല്ലല്ലോ, ഒരു തെരഞ്ഞെടുക്കപ്പെട്ട MP എന്നുള്ള നിലയിൽ ഇലക്ഷൻ കമ്മീഷനെ ഒന്ന് കാണണം എന്ന് ആവശ്യപ്പെട്ടാൽ അത് ജനാധിപത്യ മര്യാദയനുസരിച്ചും അതുപോലെ തന്നെ ഇന്ന് നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ വ്യവസ്ഥയിലും അനുസരിച്ചും അതിനുള്ള അവസരം നൽകുക എന്ന് പറയുന്നത് ഏത് ഉദ്യോഗസ്ഥനാണെങ്കിലും അവരുടെ ഉത്തരവാദിത്വവും ചുമതലയുമാണ്. ആ ചുമതലകളിൽ നിന്ന് അത് നിഷേധിച്ചുകൊണ്ട് ഉള്ള പോക്കാണ് ഇലക്ഷൻ കമ്മീഷൻ സ്വീകരിച്ചത്. ഒറ്റ കാര്യം കൂടി ചോദിച്ചോട്ടെ, അതായത് ഈ 50,000 1,00,000 വോട്ട് എന്നൊക്കെ പറയുമ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വിധി തന്നെ മാറ്റുന്ന ഒന്നാണ്. ഇത്രയും ആളുകൾ കള്ളവോട്ട് ചെയ്യാൻ ബൂത്തിൽ വരുന്നു, വോട്ട് ചെയ്യുന്നു എന്നാണ് നിങ്ങൾ വിശ്വസിക്കുന്നത്? അതല്ല മറ്റെന്തെങ്കിലും ക്രമക്കേട് നിങ്ങൾ സംശയിക്കുന്നുണ്ടോ? അല്ലല്ല, മറ്റ് ക്രമക്കേട് വേണ്ടല്ലോ. ഇത് കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി വരുന്ന ആളുകൾ വടക്കേ ഇന്ത്യയിലും മറ്റും നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളും എടുത്ത് പരിശോധിച്ചാൽ അത് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അത് കേരളത്തിൽ അനുവർത്തിച്ചു പോയി എന്നുള്ളതാണ്. ഇവിടെ ഈ കഴിഞ്ഞ 2019 വരെ ഏതാണ്ട് 29 വർഷക്കാലം CPM എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് പാർലമെന്റിൽ പ്രതിനിധാനം ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. അപ്പൊ ഈ കള്ളവോട്ടുകൾ ഏത് തരത്തിൽ നടത്തണമെന്ന് CPMകാരെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അവര് വ്യക്തമായി ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു എന്നുള്ളതിന്റെ അടിസ്ഥാനത്തിലാണ് 29 വർഷക്കാലം CPM പ്രതിനിധാനം ചെയ്യുന്ന മെമ്പർ പാർലമെന്റിലേക്ക് പോകാൻ അവസരം ഉണ്ടായിട്ടുള്ളത്. അത് നിഷേധിച്ചുകൊണ്ടാണ് 2019 ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കള്ളവോട്ടുകൾ തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എന്റെ ആദ്യത്തെ തുടക്കം. പിന്നീട് 2024 വീണ്ടും അതേ കാര്യങ്ങൾ പരിശോധന നടത്തിയപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന 1,14,000 വോട്ട് 2019 ഉണ്ടായിരുന്നുവെങ്കിൽ
അത് നിലനിർത്തിക്കൊണ്ട് വീണ്ടും 50,000 കള്ളവോട്ടുകൾ കൂടി കൂട്ടിച്ചേർക്കുന്നതിനുള്ള നടപടികളാണ് ഇവിടെ സ്വീകരിച്ചത്. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം CPM നടത്തിക്കൊണ്ടിരിക്കുന്ന, അക്ഷരാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കള്ളവോട്ട് ഏർപ്പാടുകൾ ഇവിടെ തടയേണ്ടതായിട്ടുണ്ട്. 26-ലെ തെരഞ്ഞെടുപ്പിലും അത് അനുവർത്തിച്ചു പോകണം. അത് അതിനുള്ള നടപടികൾ നിശ്ചയമായും സ്വീകരിക്കണം എന്നുള്ളതാണ് UDF കൺവീനർ എന്നുള്ള നിലയിൽ എന്റെ ആവശ്യം. ഞാൻ ഇലക്ട്രൽ ഓഫീസറെ നേരിട്ട് ഞാൻ കാണുകയുണ്ടായി. കണ്ടു എന്ന് പറയുന്നത് തന്നെ ഇലക്ഷൻ കമ്മീഷനെ നേരിട്ട് കാണാൻ വേണ്ടി അനുമതി ചോദിച്ചിട്ട് അനുമതി അവർ തന്നില്ല എന്ന് മാത്രമല്ല, എനിക്ക് മെയിൽ മുഖാന്തരം കിട്ടിയത് ഇവിടുത്തെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ കാണാൻ വേണ്ടി ഡേറ്റ് തന്നു. അത് 12-ാം തീയതിയാണ് ഡേറ്റ് കിട്ടിയിരുന്നത്. ആ 12-ാം തീയതി തന്നെ ഞാൻ വന്ന് അദ്ദേഹത്തെ കണ്ടു, പരാതി കൊടുക്കുക മാത്രമല്ല എന്റെ കൈവശമുള്ള തെളിവെന്നുള്ള നിലയിൽ CD സഹിതമാണ് ഞാൻ അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഇത്തരത്തിൽ കള്ളവോട്ടിലൂടെ അധികാരത്തിൽ കടന്നു വരാൻ വേണ്ടിയുള്ള ഏർപ്പാടുകൾ ഉണ്ടാക്കുന്നത് ഇവിടെ കേരളത്തിൽ മുഖ്യമായും CPM-ന്റെ നേതൃത്വമാണ്. CPM നടത്തുന്ന ഈ കള്ള ഏർപ്പാട് എന്ന് പറയുമ്പോൾ NGO യൂണിയനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഉദ്യോഗസ്ഥന്മാർ, അതുകൂടാതെ തന്നെ പോലീസ് അസോസിയേഷന്റെ ഉദ്യോഗസ്ഥന്മാർ, ഇവരെല്ലാവരും ചേർന്നുകൊണ്ടുള്ള കൂട്ടുകച്ചവടമാണ് ഇവിടെ നടത്തിക്കൊണ്ടേ ഇരിക്കുന്നത്. ശരി, നന്ദി അടൂർ പ്രകാശ്. ഈ വാർത്തയോട്